രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. ഉണ്ണിയേട്ട, എന്നെ ഒരു കഥ ചൊല്ലട്ടുമാ? അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ അവൻ പറഞ്ഞു, ഏട്ടന് ഭാബിയെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ഏട്ടനും കൂടി ആരോടും ഒന്നും പറയാതെ ഒരു ടൂറ് പോവാന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഏകദേശം ഒരു 11 മണിയോടുകൂടി അവിടെ എത്തി. വീട്ടിൽ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല ഏട്ടൻ. അപ്പോഴാ ഒരു കുട്ടിയെ കണ്ടത്. അവനോട് ചോദിച്ചപ്പോഴാ ഭാബി ഡാൻസ് ക്ലാസ്സിൽ പോയിരിക്കുമെന്ന് അറിഞ്ഞേ. അവിടെ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പാട്ടിൽ നൃത്തം വെക്കുന്ന ഏട്ടത്തിയാണ് കണ്ടത്. കുറേ നേരം പാട്ട് പാടുന്ന ആ പെൺകുട്ടിയെ ഞാൻ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി കുറച്ചു പേരെ വിളിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. ഞാൻ ഏട്ടനോട് ഇപ്പൊ വരാമെന്നും പറഞ്ഞു ആ പെൺകുട്ടിയുടെ പുറകെ പോയി. ആ കുട്ടി പോയത് ഒരു കുളത്തിലേക്കാണ്. 2 പൊടിക്കുട്ടികളും ആ പെൺകുട്ടിയും. കുളത്തിൽ നിറയെ ആമ്പലുകൾ വിരിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് ദൂരെയാണ്. ആ 2 കുഞ്ഞുകുട്ടികൾ, ഒരു കുട്ടി ആ ആമ്പൽ വേണമെന്ന് വാശി പിടിച്ച് കരയുന്നത് കണ്ടു. ആ കുട്ടിയാണെങ്കിൽ എങ്ങനെ അത് പറിച്ചെടുക്കണമെന്ന് ആലോചിച്ച് നിൽക്കുന്നതും കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, ആ കുട്ടി നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. പക്ഷെ അപ്പോഴേക്കും ആ ആമ്പലിന്റെ വള്ളി കാലിൽ ചുറ്റി താഴേക്ക് പോകുന്നത് കണ്ടു. ശ്വാസം കിട്ടാതെ അവൾ പിടയുന്നത് കണ്ടത് ഞാൻ എടുത്തു ചാടി വെള്ളത്തിനടിയിൽ ചെന്നത്. ശ്വാസം കിട്ടാതെ ബോധരഹിതയെ താഴേക്ക് വീഴുന്നവളെ ഞാൻ കൈകളിൽ കോരിയെടുത്ത് കുളത്തിന്റെ പടവിലേക്ക് കയറ്റിക്കിടത്തി. മുകളിലേക്ക് നോക്കിയപ്പോൾ ആ കുട്ടികളെ പിന്നെ കണ്ടില്ല. അപ്പോഴാണ് ആ കുട്ടി കിടന്ന് വിറയ്ക്കുന്നത് കണ്ടത്. പിന്നെ ഒന്നും നോക്കാതെ മറപ്പുരയിൽ അവളെ എടുത്തുകൊണ്ട് കിടത്തി. അല്ല, ഒരു മിനിറ്റ്, ആ വെള്ളത്തിൽ വീണ പെണ്ണ് ഞാനല്ലേ? ഐഷ് അവനെ കൊണ്ട് ബാക്കി പറയിക്കാതെ ഇടയിൽ കയറി ചോദിച്ചു. നീ ആലോചിച്ച് നോക്ക്, നീ ആണോന്ന്. ആണ്, അത് ഞാനായിരുന്നു. അന്ന് എനിക്ക് 12 വയസ്സ് മാത്രമേ ഉള്ളൂ. നീന്താൻ അറിയാമെങ്കിലും പെട്ടെന്ന് ആമ്പലിന്റെ വള്ളി കുടുങ്ങിപ്പോയി. അപ്പൊ നിങ്ങളാണ് എന്നെ രക്ഷിച്ചേ? അയ്യേ. എന്തയ്യേ? ഒന്നുമില്ല, ബാക്കി പറ. ചിരിച്ചുകൊണ്ട് ക്ലീൻ ഷേവ് ചെയ്ത് അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി അമർന്നുകൊണ്ട് അവന്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മാറുകൾ അമർന്നത് ധ്രുവ് വന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് ബാക്കി പറഞ്ഞു. നീ വിറയ്ക്കുന്നത് കണ്ട ഞാൻ പതിയെ നിന്റെ എല്ലാ ഡ്രസ്സും മാറ്റി. അന്നാണ് ആദ്യമായി നിന്റെ വലതുമാറിലെ ഈ മാർഗം ഞാൻ കാണുന്നത്. അവളെ തിരിച്ചു കയറ്റി വലതുമാർ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അവന്റെ ചുണ്ടുന്നാവും അവിടെ മുഴുവനായി അലഞ്ഞു നടന്നു. ഹൈഷ് വികാരത്തോടെ അവനെ ഒന്നുകൂടി മാറിലേക്ക് അമർത്തിയത് അവനിൽ വീണ്ടും ആവേശം തോന്നി. വീണ്ടും പെയ്തിറങ്ങാൻ തോന്നി. പതിയെ അവളിൽ നിറഞ്ഞാടുമ്പോൾ ഇരുവരും വീണ്ടും തളർന്നുകൊണ്ടിരുന്നു. അവളുടെ മാറിൽ തന്നെ മുഖം പൂഴ്ത്തി കിടന്നു. കൂടെ മാറിലെ നിപ്പിളിനെ നുണഞ്ഞുകൊണ്ടിരുന്നു. അവളും അവനെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് കണ്ണുകളടച്ചു. ക്ഷീണത്താൽ ഇരുവരും നിദ്രയെ പുലുകി. ഡോറിൽ മുട്ടുകേട്ടപ്പോഴാണ് ധ്രുവ് കണ്ണുകൾ തുറന്നത്. പതിയെ അവളിൽ നിന്നും അകന്നത് താൻ നുണഞ്ഞു കിടന്നത് ചുവന്നു കിടക്കുന്നതാണ് കണ്ടത്. താഴെ കിടന്ന 3/4 എടുത്തിട്ടു. അതുകൊണ്ട് തന്നെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായി. പതിയെ അവൻ ബ്ലാങ്കറ്റിൽ കഴുത്തുവരെ മൂടി AC അഡ്ജസ്റ്റ് ചെയ്തു വെച്ച്. ഡോർ തുറന്നതും സെർവന്റ് ഫുഡുമായി വന്നതാണ്. അവൻ അതെല്ലാം എടുത്തു വെച്ച് ഡോർ ക്ലോസ് ചെയ്ത് നേരെ ബാത്റൂമിൽ കയറി ഫ്രഷായി. ഇഷ, ഇഷ! ഐഷു ഒന്ന് ചെനിഞ്ഞി കണ്ട് കമിഴ്ന്ന് കിടന്നു. ഇഷ, എഴുന്നേക്ക്, എന്നിട്ട് എണീറ്റ് വന്ന് ഫ്രഷായി ഫുഡ് കഴിക്കേ. എനിക്ക് വേണ്ട ഉണ്ണിയേട്ടാ. പറ്റില്ല, ഇതേ സമയം ഉച്ചയായി. എന്താ? ഐഷു കണ്ണും വിഴിച്ചുകൊണ്ട് ചോദിച്ചു. 1 മണി കഴിഞ്ഞു, നീ വേഗം പോയി ഫ്രഷ് ആവും. വേഗം ചാടി എഴുന്നേറ്റതും ഐഷു വേദനയാൽ അലറി. പതിയെ വേദനയുണ്ടാവും, ഇത്രയും മണിക്കൂർ കുത്തി പറഞ്ഞല്ലേ, അതിന്റെയാ. ചൂടുവെള്ളത്തിൽ കുളിച്ചാ മതി. ഐഷു പല്ല് കടിച്ചവനെ നോക്കി. പതിയെ ബെഡിൽ നിന്നിറങ്ങിയതും കാലുകൾ കുഴയും പോലെ തോന്നി. ധ്രുവ് വേഗം കൈകളിൽ കോരിയെടുത്ത് ബാത്റൂമിലേക്ക് കയറി. മോൻ പോയിക്കും, ഞാൻ ഫ്രഷ് ആയിക്കോളാം. അതെന്താ, ഞാൻ കാണാത്ത എന്തെങ്കിലും ഉണ്ടോ ഇപ്പോ? ഇല്ല, മോൻ വന്നാലേ എന്റെ കുളി നടക്കില്ല, മറ്റു പലതും നടക്കും. അത് ശരിയാ, എന്നാ ഞാൻ കൂടി വരാം. അവളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതു. ഐഷു അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഡോർ ക്ലോസ് ചെയ്തു. ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് റൂമിൽ റെസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അവൻ. ഐഷുവിന് റെസ്റ്റ് ആവശ്യമായതിന് പിറ്റേന്ന് പോകാമെന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഐഷു റെഡിയായി. പോകാം? ധ്രുവിനെ നോക്കി ചോദിച്ചതും ധ്രുവ് അവളുടെ കൈയും പിടിച്ച് നേരെ സ്കൂബ ഡൈവിംഗിലേക്ക് പോയി. 2 പേർക്കുമുള്ള എല്ലാ എക്യുപ്മെന്റും കൊടുത്തു വെള്ളത്തിലേക്ക് ചാടാൻ തയ്യാറായി. ഐഷുവിന് ചെറിയ പേടിയുണ്ട്, പിന്നെ അധികം ആഴമില്ലാത്തതിന് വേഗം മുകളിലേക്ക് ഉയർന്നു വരാൻ കഴിയും. ധ്രുവിന്റെ കൈയും പിടിച്ച് ഐഷു ചാടി. വെള്ളത്തിലേക്ക് മുങ്ങിയപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ഓക്സിജൻ മാസ്ക് വഴി അത് പരിഹരിച്ചു. 2 പേരും കൈകൾ കോർത്തി പിടിച്ചുകൊണ്ട് കടലിന്റെ അടിയിലൂടെ സഞ്ചരിച്ച് വളരെ ഭംഗിയുള്ളതും മനോഹരവുമായ ധാരാളം കാഴ്ചകൾ കണ്ടു. വിവിധയിനം കളർ മത്സ്യങ്ങൾ,
പവിഴപ്പുറ്റുകൾ എല്ലാം കണ്ടതും ഐഷുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കലും കാണാൻ സാധിക്കില്ലെന്ന് വിചാരിച്ചവയല്ല. അതിനും വേണം ഒരു ഭാഗ്യം. 1 മണിക്കൂർ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നീന്തി തുടിച്ചു. എല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നത് ഐഷു ധ്രുവിനെ നോക്കി എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയാണ്. എന്താ ധ്രുവേട്ടാ? ഒന്നുമില്ല. നമുക്കിന്ന് ഈവനിങ് തന്നെ ഇവിടെ നിന്ന് പോകണം. നീ പാക്ക് ചെയ്യും. എന്താ കാര്യം? അത് അച്ഛന് ചെറിയൊരു ആക്സിഡന്റ്. എപ്പോ? എന്നിട്ടെന്തെങ്കിലും? കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ ചോദിച്ചത്. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഹേ, ഒന്നുമില്ലടാ, ചെറിയൊരു ഫ്രാക്ചർ, അത്രേ ഉള്ളൂ. പേടിക്കാൻ ഒന്നുമില്ല. ഏട്ടനും പാബിയും പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഉറങ്ങാം. അവളൊന്ന് മൂളിക്കൊണ്ട് എല്ലാം പാക്ക് ചെയ്തു. മുംബൈ എയർപോർട്ടിലേക്ക് തിരിച്ചപ്പോൾ തന്നെ ഇരുവരുടെയും ഹൃദയമിടിപ്പ് കൂടി. നേരെ അലോകിനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എത്തിയത് ദശും അച്ചുവുണ്ട്. അച്ചുവിന്റെ മാറി അമ്മ കിടന്ന് കരച്ചിലാണ്. അച്ചു കിച്ചുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഐഷു നേരെ അച്ചുവിന്റെ അടുത്തേക്ക് പോയി. ICU എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടതും ഐഷു ധ്രുവിനെ നോക്കി. അവൻ കണ്ണടച്ച് കാണിച്ചത് ഐഷു കിച്ചു അമ്മയെ തന്റെ മാറിലേക്ക് ഒതുക്കി പിടിച്ചു. ഐഷു മോളെ. അമ്മ. അച്ഛൻ. അമ്മ ഇങ്ങനെ കരയല്ലേ, അച്ഛനൊന്നും സംഭവിക്കില്ല, കരയല്ലേ. കിച്ചുവിന്റെ കരച്ചിൽ കണ്ട് സഹിക്കവയ്യാതെ ഐഷു പറഞ്ഞു. ലോകേട്ടൻ. കിച്ചു വിളിച്ചുകൊണ്ട് താഴേക്ക് ബോധം കിട്ടി വീണു. അമ്മ. 4 പേരും ഒരുമിച്ച് കിച്ചുവിന്റെ അടുത്തേക്ക് ഓടി. ദശും ധ്രുവും ഡോക്ടറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കിച്ചുവിന്റെ ബോധം കിട്ടത്. ഐശ്വര്യ പെട്ടെന്ന് താങ്ങാൻ സാധിച്ചില്ല. ദശ വേഗം അമ്മയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി. അവരുടെ തന്നെ ഹോസ്പിറ്റലായതിനാൽ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു. കിച്ചു പതിയെ കണ്ണുകൾ തുറന്നു. കയ്യിലെന്തോ കുത്തിക്കേറുന്ന വേദന അറിഞ്ഞത് കിച്ചു കൈയിലേക്ക് നോക്കി. ഇരുവശവും 2 മക്കളും കിടപ്പുണ്ട്. കിച്ചുവിന് തന്റെ കണ്ണുകൾ നിറഞ്ഞു. മരുമക്കളല്ല, മക്കളാണ്. മോളെ. അച്ചു. ഐഷു. കിച്ചു വിളിച്ചത്. രണ്ടും വേഗം ചാടി എഴുന്നേറ്റു. അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മക്കളെ. കണ്ണൻ, ഉണ്ണി ഇപ്പൊ ഒരു അമ്മേ. ഡോക്ടറിനെ കാണാൻ പോയിരിക്കുക. കുറച്ച് കഴിഞ്ഞത് 2 പേരും ഡോർ തുറന്നകത്തേക്ക് കയറി. മോനെ, അച്ഛന് ഹീസ് ഓൾ റൈറ്റ്. മോം, യു റിലാക്സ്. അബ്ബാക്കൊന്നുമില്ലമ്മ. കാലൊരു ഒടിവുണ്ട്. അത് 2 മാസം റെസ്റ്റ് എടുത്താൽ മതി. ഹീസ് പെർഫെക്റ്റ്. എനിക്കൊന്ന് കാണാൻ. ഇന്ന് അപ്പയെ റൂമിലേക്ക് മാറ്റും, അപ്പ കാണാം. കിച്ചു തലയാട്ടി. ഞങ്ങളിപ്പോ വരാം. ബാബി, ഇഷ ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ പോയി നമുക്ക് കോഫി കൊണ്ടുവരട്ടെ. ഐഷു ക്യാൻറ്റീനിൽ നിന്നും കോഫിയുമായി തിരികെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് മുന്നിലേക്ക് ഒരാളുമായി കൂട്ടിയിടിച്ചത്. ആ! കൂട്ടിമുട്ടൽ താഴേക്ക് വീഴാൻ പോയ ഐഷു വേഗം തന്നെ ബാലൻസ് ചെയ്തു നിന്നു. എവിടെ നോക്കിയാണോ നടക്കുന്നേ? കോഫി മൊത്തം അവളുടെ മേലേക്ക് വീണതിന്റെ ദേഷ്യത്തിൽ അയാളോട് ചൂടായി. സോറി, അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗം നടന്നുപോയി. ഇയാളെന്താ മുഖം മൊത്തം മറച്ചു പിടിച്ചിരിക്കുന്നേ? ഓ അയ്യോ, കോഫി. ഐഷു വീണ്ടും മറ്റൊരു കോഫിയും റൂമിലേക്ക് ചെന്നു. അയ്യോ മോളെ, ഇതെന്താ ഡ്രസ്സിന്? അതൊന്നും പറയണ്ടമ്മ. ഒരാളുമായി കൂട്ടിയിടിച്ചപ്പോ കോഫി മൊത്തം മേലേക്ക് മറിഞ്ഞതാ. അയാളാണെങ്കിൽ ഒരു സോറിയും പറഞ്ഞു പോയി. തെണ്ടി. ആണോ? ഡ്രസ്സൊക്കെ ചീത്തയായാലോ? ഒരു കാര്യം ചെയ്യ്, പോയി ഡ്രസ്സ് മാറിയോ. അത് ശരിയാ ഐഷു, നീ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടോ. കാറിലല്ലേ ഇരിക്കുന്നത്, ഇവിടെ കൊണ്ടൊന്ന് മാറാലോ. ആ, എന്നാ ഞാൻ പോയി എടുത്തിട്ട് വരാം. ഐഷു ഡോർ തുറന്ന് പുറത്തേക്ക് പോയത്. അതുവരെ ഒളിച്ചു നിന്നവൻ വിജയിച്ച ചിരിയോടെ അവളുടെ പുറകെ നടന്നു. എന്തായാലും ഡേവിഡ് അലോകിന് പണം കൊടുത്ത് നന്നായി. ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അലോകിനെ കിടത്തിയ അവന്റെ ബിസിനസ് മൊത്തം 2 പേരും നോക്കേണ്ടി വരും. സോ നമ്മളുടെ പ്ലാൻ അനുസരിച്ച് എല്ലാം നടന്നു. അലോകിന്റെ ആക്സിഡന്റ് കാര്യം സംസാരിക്കുകയാണ് ഡേവിഡ് മറ്റു ശത്രുക്കളും കൂടി. ആരോഹി, മൗന, ഡേവിഡ്, മിസ്റ്റർ എക്സ് എല്ലാവരും ഉണ്ട്. ആദ്യം ഐശ്വര്യയെ മാറ്റണം, എന്നിട്ട് വേണം അഹല്യയെ കൊണ്ടുവരാൻ. ഒരു കാരണവശാലും 3 പേരും ഒരുമിച്ചായിരിക്കരുത്. അല്ല, അതിനു മുമ്പ് ദക്ഷിണേന്ദ്രവിനെ ഇവിടുന്ന് മാറ്റണ്ടേ? അതൊക്കെ വഴിയേ നടക്കും. നിങ്ങളൊന്ന് ക്ഷമിക്കേ. ഇന്നു മുതൽ എന്റെ ആളുകൾ ആ 3 പേരുടെ പുറകിലും ഉണ്ടാവും. ഒരു പഴുത് കിട്ടിയ 3 നമ്മുടെ കസ്റ്റഡിയിലായിരിക്കും. ഓക്കെ ഡേവിഡ്, നിങ്ങൾ പറയും പോലെ. ഐഷു നേരെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. കാറിന്റെ കീ നേരത്തെ ഡ്രൈവറിന്റെ കയ്യിൽ നിന്നും ഐഷു മേടിച്ചിരുന്നു. ചുറ്റും ഇരുട്ടായതിനാൽ ഒരു ചെറിയ ഭയം തോന്നി. തങ്ങളുടെ കാറ് കണ്ടു അവൾ അങ്ങോട്ട് കടന്നു. ഇതേ സമയം ഒരുവൻ അവളുടെ എല്ലാ ചെയ്തികളും നിരീക്ഷിക്കുകയാണ്. ഇതൊന്നും അറിയാതെ തന്റെ ബാഗ് എടുക്കുന്ന തിരക്കിലാണ് ഐഷു. പെട്ടെന്നാണ് അവളുടെ പുറകിൽ നിന്ന് അനക്കം കേട്ടതും ഐഷു വേഗം തിരിഞ്ഞു നോക്കിയതും ആരെയും കാണാതെ വന്നതും
വീണ്ടും തന്റെ ചെയ്തികൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഒരുവൻ അവളുടെ പുറകിൽ കൂടി വന്നതൊന്നും അറിയാതെ ആയിഷ ഡ്രസ്സ് ബാഗ് എടുത്തു. അയാൾ അവളുടെ വാ മൂടിക്കെട്ടി കാറിന്റെ സൈഡിലേക്ക് കൊണ്ടുപോയി. ആയിഷ പേടിച്ച് അലർ വിളിക്കാൻ പോയത് അയാൾ അവളുടെ വാ പൊത്തിപ്പിടിച്ച് കൊണ്ട് സൈഡിലേക്ക് പോയി. കുതറും തോറും അവൻ അവളുടെ ഇടുപ്പിൽ പിച്ചേതു. അവൾ കണ്ണുകൾ അടച്ചു. തന്റെ പ്രിയതമന്റെ പെർഫ്യൂമിന്റെ സ്മെല്ലറിഞ്ഞത് അവളിൽ പുഞ്ചിരി തെളിഞ്ഞു. അവൾ ബലമായി തന്നെ അവന്റെ കൈ മാറ്റിക്കൊണ്ട് അവനോട് ചോദിച്ചു, എന്നെ പേടിപ്പിക്കാനാണോ മനുഷ്യ ഇങ്ങോട്ട് വന്നത്? നിന്നോടാരോ ഒറ്റക്ക് വരാൻ പറഞ്ഞേ? അത് പിന്നെ ഡ്രസ്സ് എടുക്കാൻ. ഞാൻ നിന്നോട് അമ്മയെടുത്ത് നിൽക്കാനല്ലേ പറഞ്ഞത്? അത് പിന്നെ ശരിക്കല്ലേ? വേഗം പാടി. അല്ല, ധ്രുവേട്ടനൊക്കെ ചുറ്റും നോക്കുന്നേ. അതിന് മറുപടി ഒന്നും പറയാതെ അവളെ കണ്ണുരുട്ടി കാണിച്ചു. അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഡ്രസ്സുള്ള ബാഗും എടുത്ത് കൊണ്ടു തുറന്നു. ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നിന്ന് അവൻ നോക്കിയതും അതുവരെ ഐശുവിനെ നോക്കി നിന്നവൻ അവനെ കണ്ടൊന്ന് പേടിച്ചു. ധ്രുവ് അവനെ കൈ ഉയർത്തി ഒരു സിഗ്നൽ കാണിച്ചതും അയാൾ ജീവനും കൊണ്ടോടി. അത് കണ്ടവൻ പുച്ഛിച്ചു. ഒന്ന് ചിരിച്ചുകൊണ്ടവൻ തിരിഞ്ഞു നടന്നു. ഒരു രാക്ഷസന്റെ ചിരിയായി. തുടരും.